ഹലോ. അതെ, ഞാനിന്ന് വന്നിരിക്കണതെന്ന് വെച്ചാൽ ഞാനിന്നൊരു ജിലേബി ഉണ്ടാക്കി. അപ്പം നിങ്ങൾ ഈ യൂട്യൂബൊക്കെ നോക്കിയിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജിലേബിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു തരേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ജിലേബി. അപ്പോൾ ഇത് ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ ഈ ഇഡ്ഡലി മാവ് ബാക്കി വരില്ലേ, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ എൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതുണ്ട് കണ്ടോ, ഇത് ഇങ്ങനെ അപ്പം പോലെ ഇങ്ങനെ ചുങ്ങിയിരിക്കുകയാണ്, അങ്ങനെ വീർത്ത് വന്നിട്ടില്ല. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോട്ടെ. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം നന്നാക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് മാവിലേക്ക് അര ഗ്ലാസ് മൈദയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തേട്ട. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചു. പിന്നെ ഒരു ഗ്ലാസ് പഞ്ചസാരയിലേക്ക് അര ഗ്ലാസ് വെള്ളം, അതേപോലെ തന്നെ ഇത്തിരി ചെറുനാരങ്ങ നീരും, പിന്നെ ഒരു 3 ഏലക്കായും കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഇനി ഒട്ടണ പരിവായപ്പോൾ അതും മാറ്റി വെച്ചു. പിന്നെ ഓയിലിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഈ കവറിൽ ആക്കി വെച്ചിട്ടുള്ള ഈ ബാറ്റർ അതിലേക്ക് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ജിലേബിയുടെ ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഈ ചൂട്ടോട് കൂടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ആ പഞ്ചസാര ലായനില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ടേസ്റ്റ് കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ.